മുസ്ലിം ലീഗ് എല്ലാ കാര്യത്തിലും മാതൃകയാണല്ലോ. വീടിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, സമുദായ സൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ, രാജ്യത്ത് ക്രമസമാധാന നില പാലിക്കുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ മുസ്ലിം ലീഗ് എന്തും മാതൃകയാണ്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഇതിലൊക്കെ മുസ്ലിം ലീഗ് മാതൃകയാണ്. അപ്പോൾ വയനാട് മുസ്ലിം ലീഗ് അല്ലാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തു. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് CPM. ഒരു വീട് CPM ഉണ്ടാക്കി കൊടുത്തു. ഈ പവർ കട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് 100 സീറ്റ് വരും, അധികാരത്തിലെത്തുന്നൊക്കെ പറയുന്നു. എന്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? അല്ല, ഇപ്പോഴാണ് ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ 140 UDF ജയിക്കുമായിരുന്നു. കുറച്ച് താമസിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് നേരിടാറുള്ളത്. ഞങ്ങൾക്കറിയാം, ഖജനാവ് കാലിയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ക്രമസമാധാന നില തകരാറിലാണ്. പിന്നെ ഇതുപോലെ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം, ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഭരണം ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷെ അതൊക്കെ ജനപിന്തുണയോടുകൂടി യെസ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഈ രാജ്യത്ത് ഇന്ന് വരെ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ്. എല്ലാ കാലഘട്ടത്തിലും എല്ലാ അർത്ഥത്തിലും മാതൃക തന്നെയായിരുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി. അത് കേവലം 4 വോട്ടിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ല മുസ്ലിം ലീഗിൻ്റെത്. മറിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കപ്പുറം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ഒരു പൊതുപ്രവർത്തകന്റെ അഡ്രസ്സിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് എല്ലായിടത്തും മാതൃകയാവുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശംസകൾ മുസ്ലിം ലീഗിനെ തേടിയെത്തുകയാണ്. ഈ വിവിധ മേഖലകളിൽ, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വലിയ മുക്തകണ്ഠം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പലരും തിരിച്ചറിഞ്ഞത് ഈ ഒരു പ്രവൃത്തിയിലൂടെയാണ്. മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു വലിയ മേഖലയെക്കുറിച്ച് തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്ന് കരുതിയിട്ട് മുസ്ലിം ലീഗ് ഈ മേഖലകളിൽ, രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും മുസ്ലിം ലീഗ് ഉണ്ടായിട്ടില്ല എന്ന് ഒരിക്കലും ആർക്കും പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? എന്നും ഈ പറയുന്ന ചേർത്ത് നിർത്തേണ്ട വിഭാഗങ്ങളെ, ജനങ്ങളെ, തൻ്റെ സഹജീവികളെ എന്നും ഈ പാർട്ടി ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. ഇതൊന്നും പറയാതെ പോകാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിതൊക്കെ പറയുമ്പോൾ തെറി വിളിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി, 10 വർഷമായിട്ട് അധികാരമില്ലാത്ത പാർട്ടി, ആ പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തെ എല്ലാ പാർട്ടികൾക്കും മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ് ആ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിനൊന്നും PR വർക്കിൻ്റെ അകമ്പടികൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ എവിടെയും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി അവിടെയുണ്ട്. ലീഗ് ഇപ്പം ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ വീടുകളിൽ ആളുകൾ കയറി താമസം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ശ്രീനാദേവി കുഞ്ഞമ്മ, കോൺഗ്രസിൻ്റെ വലിയ മുഖമായിട്ടുള്ള, പോപ്പുലർ മുഖമായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ, ആ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു കുറിപ്പ് വരുന്നുണ്ട്. എനിക്ക് ഇത്രയും ദിവസം കണ്ടതിൽ വെച്ച് ഏറ്റവും അർത്ഥവത്തായ വാക്കുകൾ ശ്രീനാദേവിയുടേതാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. വളരെ ചെറിയൊരു കുറിപ്പാണ്. നൽകിയ വീടുകളുടെ കണക്ക് പറഞ്ഞ് വോട്ട് ചോദിച്ചും വയനാട്ടിലെ മനുഷ്യർക്ക് പണിത വീടുകൾക്ക് നിലവാരമില്ലാത്തതിനാൽ വിള്ളൽ വീഴുമ്പോൾ അത് കൂലിപ്പണിപ്പട്ടം ലഭിക്കുവാനുള്ള കാട്ടിക്കൂട്ടലുകൾക്കായും ഉപയോഗിക്കുന്ന കാപട്യങ്ങൾക്ക് മുമ്പിൽ നിലവാരം ഉറപ്പിച്ച് മനുഷ്യരെ ചേർത്ത് പിടിച്ച് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾക്കല്ലാതെ സ്നേഹത്തിൻ്റെ ഈ തണൽ വിരിക്കുന്ന മഹാപ്രസ്ഥാനത്തിന് സ്നേഹം, അഭിമാനം. അവിടെ അവർ പറഞ്ഞ അവസാനത്തെ ആ സെൻറ്റൻസ് വളരെ 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 അതാണ് ഇതിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, സ്നേഹങ്ങൾക്ക്, ചേർത്ത് നിർത്തലുകൾക്ക് മുസ്ലിം ലീഗിന് എവിടെയും PR വർക്കിൻ്റെ അകമ്പടികൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, മുസ്ലിം ലീഗ് 2026 നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും എവിടെയും
ഞങ്ങൾ 51 വീടുകൾ നിർമ്മിച്ച് കൈമാറി ഞങ്ങൾ താക്കോല് കൊടുത്തു എന്ന് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നു എന്നുള്ള വീരവാദങ്ങൾ മുസ്ലിം ലീഗ് എവിടെയും നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും വലിയ ആയുധമാക്കാമായിരുന്നു മുസ്ലിം ലീഗിനത്. മുസ്ലിം ലീഗ് അത് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് ഈ പാർട്ടി മാതൃകയാവുന്നതിൻ്റെ ഉദാഹരണമാണത്. അതാണ് PMS സലാം പറഞ്ഞത്. ഈ പാർട്ടി എന്നും മാതൃകയായതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലീഗിൻ്റെ പ്രവർത്തനങ്ങളൊന്നും എവിടെയും ഒരിടത്തും ഈ പറയുന്ന 4 വോട്ടിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ല. മറിച്ച് ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം, അതിൻ്റെ ജന്മം, അതിൻ്റെ വളർച്ച, ആ പാർട്ടിയുടെ രൂപീകരണം ഒക്കെ 4 വോട്ടിന് വേണ്ടിയോ ആയിരുന്നില്ല. മറിച്ച് അത് സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, കരുതലിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ ഒക്കെ രാഷ്ട്രീയം പറയാൻ വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ലീഗ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എവിടെയും ഈ വീടുകളെ കുറിച്ച് സംസാരിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലീഗിന് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു ഘടകം, പ്രധാന ഘടകമായിട്ട് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും വലിയ ഭംഗിയുള്ളതായിട്ട് മാറുന്നതും. ഇപ്പോൾ വയനാട്ടിലെ വീടുകൾ ഒരു ഉദാഹരണം മാത്രമാണ്. ആ വയനാട്ടിലെ വീടുകൾ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കുക. എന്തൊരു ഭംഗിയാണത്, എന്തൊരു പെർഫെക്ഷനാണത്, എന്തൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആസൂത്രണ മികവോടുകൂടിയ ആ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രവുമല്ലെന്നേ, ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ കേരളത്തിൻ്റെ സർക്കാർ ജനങ്ങൾ നൽകിയ 780 കോടി രൂപയിൽ നിന്ന് തുച്ഛമായ പണമെടുത്തിട്ട് ഒരു ടൗൺഷിപ്പ് അവിടെ നിർമ്മിക്കുന്നുണ്ട്. ഈ ടൗൺഷിപ്പ് നിർമ്മിച്ച് ഈ ടൗൺഷിപ്പിൻ്റെ കൈമാറ്റങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ടൗൺഷിപ്പ് പൂർത്തിയായി എന്ന് തന്നെ കരുത്. ഇപ്പം 400 വീടാണ് സർക്കാർ നിർമ്മിക്കുന്നത്. ഈ 400 വീടിൻ്റെ പണിയും പൂർത്തിയായി എന്ന് കരുതുക. 400 വീട്ടിലും കുടുംബം താമസിച്ച്, ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ജസ്റ്റ് ഇമാജിൻ, അങ്ങനെ കരുതുക നിങ്ങൾ. 400 വീടുകളും പൂർത്തിയായി, 400 വീടുകളിലും ആളുകൾ കയറി താമസം തുടങ്ങി. 400 വീടുകളുടെ ആളുകൾക്കും താക്കോല് കിട്ടി, അവരുടെ ആധാരം കിട്ടി, ഒക്കെ കിട്ടി. അപ്പോഴും ഈ 400 കുടുംബങ്ങൾക്ക് ഈ 400 വീടുകളിൽ പൂർണ്ണ ഉടമസ്ഥാവകാശമുണ്ടോ? അത് ആ ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ടും ലഭിക്കണമെങ്കിൽ എത്ര കാലം കാത്തിരിക്കണം, എത്ര വർഷം കഴിയണം? അവിടെയാണ് മുസ്ലിം ലീഗ് നൽകിയ വീടുകൾ നിങ്ങളൊന്ന് നോക്കുക. 51 വീടുകൾ ഫെബ്രുവരി 28-ന് അതിൻ്റെ താക്കോല് കൊടുക്കുമ്പോഴും അതിൻ്റെ ആധാരവും അതിൻ്റെ പേപ്പറുകളും രേഖകളും കൈമാറുമ്പോഴും അന്ന് തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, പാർട്ടി പറഞ്ഞ ഒരു വാക്കുണ്ട്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ഗുണഭോക്താക്കളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇനി ഈ 51 വീട്ടിൽ ഞങ്ങൾക്കില്ല റോള്, അവകാശവുമില്ല, 100% നിങ്ങളുടേത് മാത്രം എന്ന് പറഞ്ഞാൽ ആ വീടുകൾ ലഭിച്ചിരിക്കുന്ന ആളുകൾക്ക് ആ 1060 സ്ക്വയർ ഫീറ്റ് വീടും ആ 8 സെന്റ് സ്ഥലവും അവരുടേത് മാത്രമാണ്. നിർമ്മിച്ച് നൽകിയ പാർട്ടിക്ക് ഒരു റോളുമില്ല, ഒരവകാശവുമില്ല. ഇനി അത് അവർക്കുള്ളതാണ്, അവരുടേത് മാത്രമാണ്. എങ്ങനെ? പൂർണ്ണ ഉടമസ്ഥാവകാശത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. മറിച്ച് വിൽക്കണോ വിൽക്കാം, ബാങ്കിൽ വെച്ച് പണയം വെച്ച് ലോൺ എടുക്കണോ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ലീഗ് കൊടുത്തപ്പോൾ 28-ന് 51 കുടുംബങ്ങൾക്ക് താക്കോല് കൊടുത്തപ്പോൾ ലീഗ് അവിടെ അവസാനിപ്പിച്ചു. ഇനി ലീഗിന് യാതൊരുവിധ ഉത്തരവാദിത്തമോ അവകാശങ്ങളോ ആ വീടുകളില്ല. അതുകൊണ്ട് തന്നെയാ ലീഗ് മാതൃകയാവുന്നത്. ആർക്ക് കഴിയും? ആർക്കെങ്കിലും കഴിയോ? ആർക്കെങ്കിലും കഴിയോ? അതുകൊണ്ട് മാത്രം ലീഗ് മാത്രമാണ് മാതൃക. മനസ്സിലായില്ലേ? അതിനിപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ മാത്രമൊന്നുമല്ല കേട്ടോ, ഇന്ന് രാഷ്ട്രീയ മേഖലയിൽ, ഏത് മേഖലയിൽ നിങ്ങൾ നോക്കിക്കോ, ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം മാതൃകയാ. അത് ഇന്ന് പലരും തെറി വിളിച്ചവർ പോലും ഇന്ന് ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുകയാ. കാരണം എന്താ?
കേരളം കണ്ട ഏറ്റവും വലിയ പുനരധിവാസ പദ്ധതിയുടെ മാതൃകയായത് കേരളത്തിൻ്റെ സർക്കാരല്ല, മറിച്ച് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാ. അധികാരത്തിലിരിക്കുന്ന പാർട്ടിയല്ല, മറിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാ. അതും കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി. ആ പാർട്ടിയാണ് മാതൃകയായത്. അതാണ് ലീഗിൻ്റെ വ്യത്യാസം. അതാണ് ലീഗിനെ മികവുറ്റതാക്കുന്നത്. അതാണ് ലീഗിനെ എല്ലാവർക്കും മാതൃകയുമാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക്, സർക്കാരിന് പോലും മാതൃക ലീഗിലുണ്ട്. മനസ്സിലായില്ലേ? വളരെ കൃത്യമാണ്. കാരണം ലീഗിന് ഒരു ചിന്തയുണ്ടായിട്ടുള്ളൂ. എന്തൊരു കാര്യത്തിലും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന കാര്യം ഭംഗിയാക്കണം, മനസ്സറിഞ്ഞ് ചെയ്യണം. അത് 4 വോട്ടുകൾക്ക് വേണ്ടിയല്ല, മറിച്ച് എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം ഒന്നുകൊണ്ട് മാത്രം.